ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ 13ാമത്തെ ക്ലാസ് ആണല്ലേ ഇത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളോടാണ്, അതായത് നമ്മുടെ ചാനലിൽ വരാൻ പോകുന്ന ഈ മാസവും അതുപോലെ ജനുവരി ഫെബ്രുവരി മാസങ്ങളായിട്ടൊക്കെ നടക്കാൻ പോകുന്ന 10th പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ സിലബസ് അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിവിഷൻ ടെസ്റ്റുകൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ 13ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കാണണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറിയിട്ട് 10th പ്രിലിംസ് 2024 എന്ന് അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കിട്ടും, ഇതുവരെ കഴിഞ്ഞ 12 ക്ലാസ്സുകളും ഇത് 13ാമത്തെ ക്ലാസ്സാണ്. എല്ലാ ക്ലാസ്സുകളും കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ഭാഗത്ത് വരുന്ന നമ്മുടെ മസ്തിഷ്കവും അതുപോലെ തന്നെ അന്തസ്രാവി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു ഏകദേശം 130 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത് ഏതാ? മസ്തിഷ്കം അല്ലെ. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് അറിയപ്പെടുന്ന ഏതാ? മസ്തിഷ്കമാണ്. ഈ നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം, നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾപ്പെടുന്ന ഭാഗം ചോദിച്ചാലും ഏത് തന്നെയാ? മസ്തിഷ്കമാണ്. ഓപ്ഷൻ ഡി ആണ്, മസ്തിഷ്കമാണ്. ഇനി മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം, തലച്ചോറിനെ കുറിച്ചുള്ള പഠനം എന്താ? ഫ്രിനോളജി അല്ലെ. ഓപ്ഷൻ സി ആണ്, ഫ്രിനോളജി എന്നാണ് മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. 4ാമത്തെ ചോദ്യം: മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏത് പേരിൽ അറിയപ്പെടുന്നത്? മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്, കപാലം എന്ന കേട്ടോ. കപാലമാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി അറിയപ്പെടുന്നത് ഏത് പേരില? കപാലം എന്നാണ്. ഇനി കപാലത്തെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അതായത് മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി ആണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥിയാണ് കപാലം എന്ന് പറയുന്നത്. ആ കപാലത്തെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ക്രേനിയോളജി എന്നാണ്. എന്താ? ക്രേനിയോളജി. കപാലത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ക്രേനിയോളജി എന്നാണ്. ഇനി മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എത്രയാണ്? മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം ചോദിച്ചാൽ എത്ര കിലോഗ്രാമാ? 1400 കിലോഗ്രാം ആട്ടോ. ഓപ്ഷൻ സി ആണ്, 1400 കിലോഗ്രാം ആണ്. ഇനി കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം നമുക്കറിയാം. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥിയാണ് കപാലം എന്ന് പറയുന്നത്. കപാലത്തെ കുറിച്ചുള്ള പഠനം നമ്മൾ പഠിച്ചു ക്രേനിയോളജി എന്നാണ്. അങ്ങനെയാണെങ്കിൽ കപാലത്തിൽ എത്ര അസ്ഥികളുണ്ട്? 8 അസ്ഥികളാണ് നമ്മുടെ കപാലത്തിലുള്ളത്. കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ എത്ര? 8 അസ്ഥികളാണ്. ഇനി മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 സ്ഥരപാളികളുടെ ആവരണം ഏത് പേരിൽ അറിയപ്പെടുന്നത്? മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 സ്ഥരപാളികളുള്ള ആവരണം ഏത് പേരില? ഓപ്ഷൻ എ ആണ്, മെനിഞ്ചസ് ആട്ടോ. ഏതാ? മെനിഞ്ചസ് ആണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 സ്ഥരപാളികളുള്ള ആവരണമാണ് ഏത്? മെനിഞ്ചസ്. ഇനി മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം ഏതാ? മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം ചോദിച്ചാൽ ഏതാ? സെറിബ്രോസ്പൈനൽ ദ്രവമാട്ടോ. ഓപ്ഷൻ ബി ആണ്, സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. ഇനി 10ാമത്തെ ചോദ്യം: മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും അതുപോലെ തന്നെ മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നത് എന്താണ്? മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ അതുപോലെ ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നത് എന്താ? ഓപ്ഷൻ സി ആണ്, സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. ഇനി സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാ? സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? ബ്രോക്കസ് ഏരിയ കേട്ടോ. ഏതാ? ബ്രോക്കസ് ഏരിയ ആണ്. അപ്പം ബ്രോക്കസ് ഏരിയ എവിടെയുള്ളത്? സെറിബ്രത്തിലാന്നുള്ള കാര്യം ഓർത്തു നോക്കുക. ഇനി 12 പരിചയമുള്ള വസ്തുക്കളുടെ പേരുകൾ കേൾക്കുന്ന സമയത്ത് അതിന്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുന്ന സമയത്ത് അതിന്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? വേർണിക്സ് ഏരിയ കേട്ടോ. ഓപ്ഷൻ ബി ആണ്, വേർണിക്സ് ഏരിയ ആണ്. 13 മസ്തിഷ്കത്തിലെ 2ാമത്തെ വലിയ ഭാഗം ഏതാ? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. ഏറ്റവും വലിയ 2ാമത്തെ ഭാഗം ചോദിച്ചാൽ ഏതാ? സെറിബെല്ലം ആട്ടോ. ഓപ്ഷൻ ഡി ആണ്, സെറിബെല്ലമാണ്. 14 സെറിബ്രത്തിന്റെ ആന്തരഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സെറിബ്രത്തിന്റെ ആന്തരഭാഗം ഏത് പേരില? മെഡുല്ലയാട്ടോ. ഏതാ? മെഡുല്ലയാണ്. സെറിബ്രത്തിന്റെ ആന്തരഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നത്? മെഡുല്ല എന്നാണ്. ഇനി ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാ?
ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ ഏതാ? സെറിബെല്ലമാണ്. ഏതാ? സെറിബെല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഇത് സെറിബെല്ലം. ഇനി ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ്? ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? സെറിബെല്ലമാണ്. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് ഏത്? സെറിബെല്ലം. ഇനി ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? സെറിബെല്ലമാണ്. ഓപ്ഷൻ സി സെറിബെല്ലമാണ്. ഇനി പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാലും ഏതാ? സെറിബെല്ലമാണ്. ഓപ്ഷൻ ഡി ആണ്, സെറിബെല്ലമാണ്. ഇനി മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാലും ഇത് തന്നെയാ? സെറിബെല്ലമാണ്. ഓപ്ഷൻ ബി ആണ്, സെറിബെല്ലമാണ്. 20ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഏതാണ്? മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത് ഏതാ? തലാമസ് ആട്ടോ. ഓപ്ഷൻ സി ആണ്, തലാമസ് ആണ്. 21, സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മൾ സെറിബ്രത്തിന്റെ ആന്തരഭാഗം ഏതു പേരിലായിരുന്നു? മെഡുല്ല എന്നല്ലേ അറിയപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അത് കോർട്ടെക്സ് ആട്ടോ. ഓപ്ഷൻ എ ആണ്, കോർട്ടെക്സ് ആണ്. 22, വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാ? വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാ? തലാമസ് ആണ്. ഓപ്ഷൻ ബി ആണ്, തലാമസ്. ഇനി സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളുടെ പുനഃസംപ്രേഷണ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുള്ള ആവേഗ പുനഃസംരക്ഷണ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത് ഏതാ? തലാമസ് ആണ്. ഓപ്ഷൻ സി ആണ്, തലാമസ്. 24, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ചിട്ട് പ്രാധാന്യമുള്ളവയെ മാത്രം സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗം ഏതാണ്? ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ചിട്ട് പ്രാധാന്യമുള്ളവയെ മാത്രം സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗം ഏതാ? ഓപ്ഷൻ ഡി ആണ്, തലാമസ് ആണ്. 25, നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗം ഏതാണ്? നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗം ഏതാ? ഓപ്ഷൻ ഡി ആണ്, തലാമസ് ആണ്. ഏതാ? തലാമസ്. 26, മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? ഓപ്ഷൻ ഡി ആണ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. 27ാമത്തെ ചോദ്യം, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? ഓപ്ഷൻ ബി ആണ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. ഓപ്ഷൻ ബി, മെഡുല്ല ഒബ്ലോങ്കേറ്റ. 28ാമത്തെ ചോദ്യം, ഛർദി, തുമ്മല്, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഛർദി, തുമ്മല്, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ്, മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. 29, ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, ഹൈപ്പോതലാമസ് ആട്ടോ. ഏതാ? ഹൈപ്പോതലാമസ്. ഇനി ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ ഏതാ? ഹൈപ്പോതലാമസ് ആട്ടോ. ഏതാ? ഹൈപ്പോതലാമസ്. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? ഡി ആണ്, ഹൈപ്പോതലാമസ്. 32ാമത്തെ ചോദ്യം, മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ ആകൃതി എന്താണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ ആകൃതി ചോദിച്ചാൽ എന്താകൃതി? ദണ്ഡാകൃതിയിലാണ് ഏതുള്ളത്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇനി 33, വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഭാഗം ഏതാണ്? വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്, ഹൈപ്പോതലാമസ് ആണ്. 34, കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാ? കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, സെറിബ്രം ആട്ടോ. ഓപ്ഷൻ ബി, സെറിബ്രം ആണ്. 35ാമത്തെ ചോദ്യം, ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഇത്? സെറിബ്രം ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ്, സെറിബ്രം ആണ്. ചുളിവുകളും ചാലുകളുമാണെങ്കിൽ ഏതാ? അത് സെറിബെല്ലം. ചുളിവുകളും ചാലുകളുമാണെങ്കിൽ സെറിബെല്ലം. ചുളിവുകളും മടക്കുകളും
കാണുമെങ്കിൽ ഏതാ സെറിബ്രമാണ്. 36 രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്താൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്താൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ ഏതാ? ഹൈപ്പോ തലാമസ് ആട്ടോ. ഓപ്ഷൻ എ ആണ്, ഹൈപ്പോ തലാമസ് ആണ്. 37 ഭാവന, ബുദ്ധി, ഓർമ്മ, ചിന്ത എന്നിവ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? ഭാവന, ബുദ്ധി, ഓർമ്മ, ചിന്ത എന്നിവ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, സെറിബ്രം ആട്ടോ. ഏതാ? സെറിബ്രമാണ്. 38ാമത്തെ ചോദ്യം, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്, സെറിബ്രമാണ്. 39 മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ്? മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താ? ഓപ്ഷൻ സി ആണ്, സെറിബ്രമാട്ടോ. ഏതാ? സെറിബ്രമാണ്. ഇനി ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ ഏതാ? സെറിബ്രമാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത്? സെറിബ്രം. ഇനി ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം നമ്മൾ പറഞ്ഞു അല്ലെ, സെറിബ്രമാണ്. 42 സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? സെറിബ്രത്തിന് തൊട്ടു താഴെ 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? ഓപ്ഷൻ എ ആണ്, സെറിബെല്ലമാണ് അല്ലെ. ഓപ്ഷൻ എ സെറിബെല്ലമാണ്. 43ാമത്തെ ചോദ്യം, ഓർമ്മ, വിവേചനം, ബുദ്ധി തുടങ്ങിയവയുടെ ഇരിപ്പിടമായ തലച്ചോറിലെ ഭാഗം ഏതാണ്? ഓർമ്മ, വിവേചനം, ബുദ്ധി തുടങ്ങിയവയുടെ ഇരിപ്പിടമായ തലച്ചോറിന്റെ ഭാഗം ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്, സെറിബ്രം ആട്ടോ. ഓപ്ഷൻ സി സെറിബ്രമാണ്. 44 പാൻക്രിയാസിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ആമാശയരസത്തിന്റെ ഉൽപാദനം കുറയ്ക്കുകയും ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? പാൻക്രിയാസിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ആമാശയരസത്തിന്റെ ഉൽപാദനം കുറയ്ക്കുകയും ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഏതാ? സെക്രീറ്റിൻ ആട്ടോ. ഓപ്ഷൻ ബി ആണ്, സെക്രീറ്റിൻ ആണ്. 45 ആമാശയ ദഹനരസങ്ങളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ആമാശയ ദഹനരസങ്ങളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാ? ഗ്യാസ്ട്രിൻ ആട്ടോ. ഓപ്ഷൻ സി ആണ്, ഗ്യാസ്ട്രിൻ ആണ്. 46 ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? ഗ്ലൂക്കഗോൺ ആട്ടോ. ഓപ്ഷൻ സി ആണ്, ഗ്ലൂക്കഗോൺ ആണ്. 47 ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതാകുന്ന സമയത്ത് ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുന്ന സമയത്ത് ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാ? ഗ്രേലിൻ ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ്, ഗ്രേലിൻ ആണ്. 48ാമത്തെ ചോദ്യം, ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഏതാ? ഓക്സിറ്റോസിൻ അല്ലെ. ഓപ്ഷൻ എ ആണ്, ഓക്സിറ്റോസിൻ ആണ്. 49 ആന്റിബോഡി ആയിട്ട് പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ആന്റിബോഡി ആയിട്ട് പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാ? ഗ്ലോബുലിൻ ആട്ടോ. ഓപ്ഷൻ എ ആണ്, ഗ്ലോബുലിൻ ആണ്. 50ാമത്തെ ചോദ്യം, വാസോപ്രസിന്റെ അപരനാമം എന്താണ്? വാസോപ്രസിന്റെ അപരനാമം ചോദിച്ചാൽ എന്താ? ADH ആട്ടോ. ഓപ്ഷൻ എ ആണ്, ADH ആണ്. 51 വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാ? വാസോപ്രസിൻ ആണ്. ഓപ്ഷൻ എ ആണ്, വാസോപ്രസിൻ ആണ്. 52 രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഏതാ? ഓപ്ഷൻ എ ആണ്, ആൽബുമിൻ അല്ലെ. ഓപ്ഷൻ എ ആൽബുമിൻ ആണ്. 53ാമത്തെ ചോദ്യം, ADHന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥക്ക് പറയുന്ന പേരെന്താണ്? ADHന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നാട്ടോ. ഓപ്ഷൻ ബി ആണ്, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. 54ാമത്തെ ചോദ്യം, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെയും മൊത്തമായിട്ട് നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെ മൊത്തമായിട്ടും നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? ഏതാ? ഹൈപ്പോ തലാമസ് ആട്ടോ. ഓപ്ഷൻ സി, ഹൈപ്പോ തലാമസ്. 55 ശരീരത്തിലെ ഒരേ ഒരു ന്യൂറോക്രൈൻ ഗ്രന്ഥി ഏതാണ്?
മനുഷ്യ ശരീരത്തിലെ ഒരേ ഒരു ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഹൈപ്പോതലാമസ്. 56 വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം താടിയെല്ല് അതുപോലെ വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നത്? വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം താടിയെല്ല് അതുപോലെ വിരലുകൾ ഇവക്കിടയിലുള്ള അസ്ഥികൾ വളരുന്ന അവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നത്? അക്രോമെഗലി എന്ന. ഓപ്ഷൻ സി ആണ് അക്രോമെഗലി ആണ്. 57 ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ സംഭരിച്ചു വെക്കുകയും ആവശ്യാനുസരണം രക്തത്തിൽ കലർത്തുകയും ചെയ്യുന്നത് എന്താണ്? ഓക്സിറ്റോസിന്, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ സംഭരിച്ചു വെക്കുകയും ആവശ്യാനുസരണം രക്തത്തിൽ കലർത്തുകയും ചെയ്യുന്നത് എന്താ? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളമാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളമാണ്. 58ാമത്തെ ചോദ്യം, സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നത്? സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഭീമാകാരത്വമാണ്. ഓപ്ഷൻ എ ആണ് ഭീമാകാരത്വം. 59 സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുന്നതിലൂടെ ശരീരത്തിന്റെ വളർച്ച മുരടിക്കുന്ന അവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നത്? സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുന്നതിലൂടെ ശരീരത്തിന്റെ വളർച്ച മുരടിക്കുന്ന അവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നത്? വാമനത്വമാണ്. ഓപ്ഷൻ ഡി ആണ് വാമനത്വം. 60ാമത്തെ ചോദ്യം, ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാണ്? ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാ? സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ ആണ്. സൊമാറ്റോട്രോപ്പിക് ഹോർമോണ്. 61ാമത്തെ ചോദ്യം, പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനവും സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനവും ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനവും സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനവും ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ ആട്ടോ. ഓപ്ഷൻ സി ആണ് ഗൊണാഡോട്രോപ്പിക് ഹോർമോണ്. 62 വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് എന്താണ്? വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാ? സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ ആട്ടോ. ഓപ്ഷൻ ഡി ആണ് സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാ? സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ ആണ്. 63 മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? പ്രൊലാക്റ്റിൻ ആട്ടോ. ഓപ്ഷൻ ഡി ആണ് പ്രൊലാക്റ്റിൻ ആണ്. 64 അഡ്രിനാൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ സി ആണ് അഡ്രിനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ആണ്. അഡ്രിനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ആണ്. 65ാമത്തെ ചോദ്യം, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ സി ആണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ TSH. 66ാമത്തെ ചോദ്യം, ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ചോദിച്ചാൽ ഏതാ? പിറ്റ്യൂട്ടറി ഗ്രന്ഥി ആട്ടോ. ഓപ്ഷൻ എ ആണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ഇനി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ആകൃതി എന്താണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ആകൃതി എന്താ? ഓപ്ഷൻ സി ആണ് പയർ വിത്തിന്റെ ആകൃതിയാണ് എന്തിനുള്ളത്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കുള്ളത്. ഇനി 68ാമത്തെ ചോദ്യം, പാലിന് മഞ്ഞ നിറം നൽകുന്ന വൈറ്റമിൻ ഏതാണ്? പാലിന് മഞ്ഞ നിറം നൽകുന്ന വൈറ്റമിൻ ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് വൈറ്റമിൻ B2 ആണ്. ജീവകം B2 ആണ്. ഇനി പാലിന് നിറം നൽകുന്ന പ്രോട്ടീൻ ഏതാണ്? പാലിന് നിറം നൽകുന്ന പ്രോട്ടീൻ ചോദിച്ചാൽ ഏതാ? കേസിൻ ആട്ടോ. ഓപ്ഷൻ ബി ആണ് കേസിൻ ആണ്. പാലിന് നിറം നൽകുന്ന പ്രോട്ടീൻ ചോദിച്ചാൽ ഏതാ? കേസിൻ ആണ്. 70ാമത്തെ ചോദ്യം, കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ ബി ആണ് മെലാറ്റോണിൻ ആട്ടോ. ഏതാ? മെലാറ്റോണിൻ ആണ്. 71 ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാ?
ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ചോദിച്ചാലും ഏത് തന്നെയാ? മെലാട്ടോണിൻ ആണ്. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാ? മെലാട്ടോണിൻ ആണ്. 72 പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോൺ ഏതാ? പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോൺ ആണ് ഏതെന്ന് പറയുന്നത്? മെലാട്ടോണിന്. 73 ചോദ്യം, മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഏതാ? മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്ലാൻഡ് ഏതാ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തന്നെയാണ് കേട്ടോ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. 74 മസ്തിഷ്കത്തിൽ ഹൈപ്പോതലാമസിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന 2 ദളങ്ങളുള്ള ഗ്രന്ഥി ഏതാ? മസ്തിഷ്കത്തിൽ ഹൈപ്പോതലാമസിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന 2 ദളങ്ങളുള്ള ഗ്രന്ഥി ചോദിച്ചാൽ ഏതാ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആട്ടോ. ഓപ്ഷൻ ബി ആണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. 75 ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ചോദിച്ചാൽ ഏതാ? പീനിയൽ ഗ്രന്ഥി. ഓപ്ഷൻ ബി ആണ്, പീനിയൽ ഗ്ലാൻഡ് ആണ്. 76 മനുഷ്യ ശരീരത്തിലെ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാ? മനുഷ്യ ശരീരത്തിലെ ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് ഏതാ? പീനിയൽ ഗ്രന്ഥി തന്നെയാട്ടോ. പീനിയൽ ഗ്രന്ഥിയാണ്. 77 ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാ? തൈമസ് ഗ്രന്ഥിയാട്ടോ. ഓപ്ഷൻ സി ആണ്, തൈമസ് ഗ്രന്ഥിയാണ്. 78 യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാ? യുവത്വ ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന ഏതാ? തൈമോസിൻ അല്ലെ. ഓപ്ഷൻ ഡി ആണ്, തൈമോസിൻ ആണ്. 79 ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഗ്രന്ഥി ഏതാ? ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഗ്രന്ഥി ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്, പീനിയൽ ഗ്രന്ഥിയാണ്. 80 ചോദ്യം, ശൈശവ കാലഘട്ടത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുന്ന സമയത്ത് ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്ന ഗ്രന്ഥി ഏതാണ്? ശൈശവ കാലഘട്ടത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുന്ന സമയത്ത് ചെറുതാവുകയും ചെയ്യുന്ന ഗ്രന്ഥി ഏതാ? ഓപ്ഷൻ ബി ആണ്, തൈമസ് ഗ്രന്ഥി ആട്ടോ. ഓപ്ഷൻ ബി, തൈമസ് ഗ്രന്ഥി. 81 തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ഏതാ? തൈമോസിൻ ആണ്. ഓപ്ഷൻ ഡി, തൈമോസിൻ ആണ്. 82 യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാ? യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ്, തൈമസ് ഗ്രന്ഥി തന്നെയാണ്. 83 മാറലിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? മാറലിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാ? ഓപ്ഷൻ സി ആണ്, തൈമസ് ഗ്രന്ഥി ആട്ടോ. തൈമസ് ഗ്രന്ഥി. 84 അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? അടിയന്തര ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് ഏതാ? അഡ്രിനാലിൻ ആട്ടോ. ഓപ്ഷൻ ബി ആണ്, അഡ്രിനാലിൻ ആണ്. 85 മനുഷ്യ ശരീരത്തിലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന ഹോർമോൺ ഏതാണ്? മനുഷ്യ ശരീരത്തിലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ സി ആണ്, അൽഡോസ്റ്റിറോൾ ആട്ടോ. ഓപ്ഷൻ സി, അൽഡോസ്റ്റിറോള്. 86 വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജല ലവണ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാ? വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജല ലവണ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, അൽഡോസ്റ്റിറോൾ ആട്ടോ. എന്താ? അൽഡോസ്റ്റിറോള്. 87 പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ സി ആണ്, കോർട്ടിസോൾ ആട്ടോ. കോർട്ടിസോള്. ഇനി ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാ? ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാ? കോർട്ടിസോൾ ആണ്. ഓപ്ഷൻ സി, കോർട്ടിസോള്. 89 ആസ്മ, സന്ധിവാതം എന്നിവക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതാ? ആസ്മ, സന്ധിവാതം എന്നിവക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതാ? കോർട്ടിസോൾ ആണ്. ഓപ്ഷൻ സി, കോർട്ടിസോള്. 90 ചോദ്യം, സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? ഏതാ സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ്, നോർ അഡ്രിനാലിൻ ആട്ടോ. ഓപ്ഷൻ എ ആണ്, നോർ അഡ്രിനാലിൻ. 91 ചോദ്യം, മാംസ്യം, കൊഴുപ്പ് എന്നിവയെ വിഘടിപ്പിച്ചിട്ട് ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മാംസ്യം, കൊഴുപ്പ് എന്നിവയെ വിഘടിപ്പിച്ചിട്ട് ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാ?
ഓപ്ഷൻ ബി ആണ് കോർട്ടിസോൾ ആട്ടോ. ഓപ്ഷൻ ബി കോർട്ടിസോള്. 92 അഡ്രിനാൽ ഗ്രന്ഥിയുടെ ഉൾഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അഡ്രിനാൽ ഗ്രന്ഥിയുടെ ഉൾഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ ബി ആണ് മെഡുല്ലയാട്ടോ. ഓപ്ഷൻ ബി മെഡുല്ലയാണ്. 93ാമത്തെ ചോദ്യം, അഡ്രിനാൽ ഗ്രന്ഥിയുടെ പുറംഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അഡ്രിനാൽ ഗ്രന്ഥിയുടെ പുറംഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ സി ആണ് കോർട്ടെക്സ് ആണ്. 94 രണ്ട് വൃക്കകളുടെയും മുകളിലായിട്ട് കാണുന്ന ഗ്രന്ഥി ഏതാണ്? രണ്ട് വൃക്കകളുടെയും മുകളിലായിട്ട് കാണുന്ന ഗ്രന്ഥി ഏതാ? ഓപ്ഷൻ എ ആണ് അഡ്രീനാൽ ഗ്രന്ഥിയാണ്. 95 ടെറ്റനി ബാധിക്കുന്ന ശരീരഭാഗം ഏതാ? ടെറ്റനി ബാധിക്കുന്ന ശരീരഭാഗം എവിടെയാ? പേശികൾക്ക് ബാധിക്കുന്ന രോഗമാണ് ഏത്? ടെറ്റനി എന്ന് പറയുന്നത്. ഇനി പാരാതെർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം, പാരാതെർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ചോദിച്ചാലും ഏത് തന്നെയാ? ടെറ്റനിയാണ്. ഓപ്ഷൻ സി ടെറ്റനിയാണ്. ഇനി രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് എത്രയാണ്? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് ചോദിച്ചാൽ 9 മുതൽ 11 മില്ലിഗ്രാം വരെ അല്ലെ. 100 ml രക്തത്തിൽ 9 മുതൽ 11 മില്ലിഗ്രാം വരെയാണ് കാൽസ്യത്തിന്റെ അളവ് എന്ന് പറയുന്നത്. 98ാമത്തെ ചോദ്യം, വൃക്കകളിൽ നിന്ന് രക്തത്തിലേക്ക് കാൽസ്യത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വൃക്കകളിൽ നിന്ന് രക്തത്തിലേക്ക് കാൽസ്യത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ് പാരാതെർമോൺ ആണ്. 99 അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോൺ ഏതാണ്? അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ എ ആണ് പാരാതെർമോൺ ആണ്. 100ാമത്തെ ചോദ്യം, പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ഏതാ? പാരാതെർമോൺ ആണ്. ഓപ്ഷൻ ബി പാരാതെർമോൺ. 101 തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ് പാരാതൈറോയ്ഡ് ഗ്രാന്ഥിയാണ്. 102 ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ ആണ്. 103 തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നത് കൊണ്ടുള്ള രോഗം ഏതാണ്? തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നത് കൊണ്ടുള്ള രോഗം ചോദിച്ചാൽ ഏതാ? എക്സോഫ്താൽമിക് ഗോയിറ്റർ തന്നെയാണ്. 104 തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് കാരണം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏതാ? ഓപ്ഷൻ ഡി ആണ് മിക്സെഡിമയാണ്. ഓപ്ഷൻ ഡി മിക്സെഡിമ. 105ാമത്തെ ചോദ്യം, തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് കാരണം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗം ഏതാണ്? തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് കാരണം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ് ക്രിട്ടനിസം ആണ്. ഓപ്ഷൻ എ ക്രിട്ടനിസം. 106 രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ ഡി ആണ് പാരാതെർമോൺ ആണ്. 107 തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഓപ്ഷൻ സി ഹൈപ്പർ തൈറോയിഡിസം. 108 തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നത്? തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഹൈപ്പോ തൈറോയിഡിസം ആണ്. ഓപ്ഷൻ സി ആണ് ഹൈപ്പോ തൈറോയിഡിസം. 109ാമത്തെ ചോദ്യം, കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ ബി ആണ് തൈറോക്സിൻ ആണ്. തൈറോക്സിൻ. 110 ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാ? ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ സി ആണ് തൈറോക്സിൻ ആണ്. 111 ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ ഏതാണ്? ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ സി ആണ് തൈറോക്സിൻ ആണ്. 112 അയഡിന്റെ കുറവ് കാരണം തൈറോയ്ഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നത്? അയഡിന്റെ കുറവ് കാരണം തൈറോയ്ഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥ ഏത് പേരില? ഓപ്ഷൻ ഡി ആണ് ഗോയിറ്റർ ആട്ടോ. ഏതാ? ഗോയിറ്റർ ആണ്. 113 ജീവൻ നിലനിർത്തുന്നതിന് മാത്രം മതിയാവുന്ന ഊർജ്ജ ഉപയോഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്?
ജീവൻ നിലനിർത്തുന്നതിന് മാത്രം മതിയാവുന്ന ഊർജ ഉപയോഗം അറിയപ്പെടുന്നത് ഏത് പേരില? ബേസൽ മെറ്റബോളിക് റേറ്റ് ആണ്. ഓപ്ഷൻ സി ആണ്, ബേസൽ മെറ്റബോളിക് റേറ്റ് ആണ്. 114 ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോൺ ഏതാണ്? ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ എ ആണ്, തൈറോക്സിൻ ആട്ടോ, തൈറോക്സിൻ ആണ്. 115 രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ ഡി ആണ്, കാൽസിട്ടോണിൻ ആട്ടോ. ഓപ്ഷൻ ഡി കാൽസിട്ടോണിൻ ആണ്. 116 തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള മൂലകം ഏതാണ്? തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള മൂലകം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ്, അയഡിൻ ആണ്. 117 രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ എ ആണ്, കാൽസിട്ടോണിൻ ആട്ടോ. ഓപ്ഷൻ എ കാൽസിട്ടോണിൻ ആണ്. 118 തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആകൃതി ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആകൃതി ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്, ചിത്രശലഭമാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആകൃതി ഏതാ? ചിത്രശലഭമാണ്. 119 പ്രഭാത ഭക്ഷണത്തിന് മുമ്പുള്ള രക്തപരിശോധനയിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ തോത് എത്രയായാലാണ് പ്രമേഹം എന്ന് അനുമാനിക്കാൻ കഴിയുന്നത്? പ്രഭാത ഭക്ഷണത്തിന് മുമ്പുള്ള രക്തപരിശോധനയിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ തോത് എത്രയായാലാണ് പ്രമേഹം എന്ന് അനുമാനിക്കാൻ കഴിയുന്നത്? എത്രയാ? ഓപ്ഷൻ സി ആണ്, 126 mg. 100 ml 126. 120ാമത്തെ ചോദ്യം, ഇൻസുലിൻ, കണ്ണുനീര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇൻസുലിൻ, കണ്ണുനീര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ്, സിങ്ക് ആണ്. 121 ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ സി ആണ്, ഇൻസുലിൻ ആട്ടോ. ഓപ്ഷൻ സി ഇൻസുലിൻ ആണ്. 122 അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോൺ ഏതാണ്? അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ഏതാ? ഗ്ലൂക്കഗോൺ ആണ്. ഓപ്ഷൻ ഡി ആണ്, ഗ്ലൂക്കഗോൺ ആണ്. 123 കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണ്? കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഗ്ലൂക്കഗോൺ ആണ്. ഓപ്ഷൻ ഡി ഗ്ലൂക്കഗോൺ. 124 രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്രയാണ്? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്, 70 മുതൽ 110 mg/100 ml. 125 ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഗ്ലൂക്കഗോൺ ആണ്. 126 പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണുന്ന കോശ സമൂഹം ഏത് പേരിൽ അറിയപ്പെടുന്നത്? പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണുന്ന കോശ സമൂഹം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ്. 127ാമത്തെ ചോദ്യം, അന്തസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നത്? അന്തസ്രാവി ഗ്രന്ഥികളെയും അവക്ക് ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചും അതുപോലെ ഹോർമോണുകളെക്കുറിച്ചുമുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നത്? എൻഡോക്രൈനോളജി എന്നല്ലേ. ഓപ്ഷൻ ബി ആണ്, എൻഡോക്രൈനോളജി. 128 മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഏതാണ്? മധുരഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നത് ഏതാ? പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് ആണ് മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. ഇനി പാൻക്രിയാസിന്റെ സ്ഥാനം എവിടെയാണ്? ശരീരത്തിൽ പാൻക്രിയാസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ആമാശയത്തിന്റെ താഴെയായിട്ടാണ്. ഓപ്ഷൻ എ ആണ്, ആമാശയത്തിന് താഴെയായിട്ടാണ്. 130 എൻസൈം, ഹോർമോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? എൻസൈം, ഹോർമോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ചോദിച്ചാൽ ഏതാ? പാൻക്രിയാസ് ആണ്. ഓപ്ഷൻ ഡി, പാൻക്രിയാസ്. 131 ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ചോദിച്ചാൽ ഏതാ? തൈറോയിഡ് ഗ്രന്ഥി ആട്ടോ. ഓപ്ഷൻ ഡി ആണ്, തൈറോയിഡ് ഗ്രന്ഥി. 132 ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്?
ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? ഇൻസുലിൻ ആട്ടോ. ഓപ്ഷൻ ബി ആണ്, ഇൻസുലിൻ ആണ്. 133 കരളിലും പേശികളിലും വെച്ചിട്ട് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണ്? കരളിലും പേശികളിലും വെച്ചിട്ട് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ എ ആണ്, ഇൻസുലിൻ ആട്ടോ. ഓപ്ഷൻ എ ഇൻസുലിൻ ആണ്. 134 മനുഷ്യ ശരീരത്തിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ആരാണ്? മനുഷ്യ ശരീരത്തിലെ രാസസന്ദേശവാഹകർ എന്ന് അറിയപ്പെടുന്നത് ഏതാ? ഹോർമോണുകൾ അല്ലെ. ഓപ്ഷൻ ബി ആണ്, ഹോർമോണുകളാണ്. 135 നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് ഏതാ? നാളീരഹിത ഗ്രന്ഥികൾ എന്ന് അറിയപ്പെടുന്നത് ഏതാ? അന്തസ്രാവി ഗ്രന്ഥികളാട്ടോ. ഓപ്ഷൻ എ ആണ്, അന്തസ്രാവി ഗ്രന്ഥികളാണ് നാളീരഹിത ഗ്രന്ഥികൾ എന്ന് അറിയപ്പെടുന്നത്. 136 ചോദ്യം, ശരീര പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഹോർമോണുകൾ അല്ലെ. ഓപ്ഷൻ ബി ആണ്, ഹോർമോണുകൾ എന്നാണ്. 137 ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസിൽ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഡയബറ്റിസ് മെലിറ്റസ് ആട്ടോ. ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഇനി അവസാനത്തെ ചോദ്യം 138 ചോദ്യം, അന്തസ്രാവി ഗ്രന്ഥിയായിട്ടും ബഹിർസ്രാവി ഗ്രന്ഥിയായിട്ടും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏതാണ്? അന്തസ്രാവി ഗ്രന്ഥിയായിട്ടും ബഹിർസ്രാവി ഗ്രന്ഥിയായിട്ടും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ചോദിച്ചാൽ ഏതാ? പാൻക്രിയാസ് ഗ്രന്ഥിയാട്ടോ. ഓപ്ഷൻ സി ആണ്, പാൻക്രിയാസ് ഗ്രന്ഥിയാണ്.